മലയാളം ബിഗ് ബോസ് സീസൺ 7 സെക്കൻഡ് എപ്പിസോഡ് ഇന്ന് അപ്ലോഡ് ആയിട്ടുണ്ട്. സെക്കൻഡ് എപ്പിസോഡ് എന്നാണ് പറയുന്നതെങ്കിലും ബിഗ് ബോസ് ഹൗസിലെ 100 ദിവസങ്ങളിലെ ആദ്യത്തെ ദിവസമാണിത്. 7ൻ്റെ പണി എന്ന് പറഞ്ഞാൽ അവർ ആരംഭിച്ചിരിക്കുന്ന ബിഗ് ബോസിൻ്റെ ഫസ്റ്റ് ഡേ കാണുമ്പോൾ തന്നെ 7ൻ്റെ പണി ബിഗ് ബോസ് നല്ല വൃത്തിക്ക് ആരംഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ആരെയും എവിടെയും വെറുതെ ഇരുത്താൻ അവർ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത് ഫസ്റ്റ് ഡേയിലെ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ ഈ ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ, അതായത് ഡേ 1 അവർ 1 അവർ ചുരുക്കി എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ, ചില ആളുകളെക്കുറിച്ച് ഒക്കെയാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഡേ 1ൻ്റെ താരമാരാണ് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയ കോമണർ അനീഷ് ആണെന്നാണ്. കാരണം ഇത്രയും സെലിബ്രിറ്റി സ്റ്റേറ്റസ് ഒക്കെ അനുഭവിച്ചിട്ടുള്ള ആളുകൾ അവിടെ എത്തിയിട്ടും അനീഷ് ഒരൊറ്റ ദിവസം കൊണ്ടുണ്ടാക്കിയ ഓളം എന്ന് പറയുന്നത് അത് ഭീകരമാണ്. ആദ്യത്തെ ആഴ്ച തന്നെ ഇയാൾ പുറത്തായി പോകും എന്ന് സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നപ്പോഴും ഫസ്റ്റ് വീക്കിലെ ക്യാപ്റ്റനായിട്ട് ഈ ഒരാഴ്ച അനീഷിനെ തൊടാൻ പറ്റില്ല എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് അനീഷ് മാറിയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ പെർഫോമൻസിൻ്റെ വിജയം തന്നെയാണ്. ആൻഡ് ഫസ്റ്റ് ദിവസത്തെ ഈ ഒരു കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തലേന്ന് എന്താണ് നടന്നതെന്നുള്ളൊരു ചെറിയ റീക്യാപ്പ് പോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഷാനവാസ് ആൻഡ് അക്ബർ ഖാൻ, ഇവർ രണ്ട് പേർക്കിടയിലുള്ള ഒരു ബോണ്ടിങ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു സൗഹൃദം, ഞാനതിനെ സൗഹൃദം ബോണ്ടിങ് എന്നൊക്കെ പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഫേവറിസമാണ്. അവരൊരുമിച്ച് നമ്മൾ മച്ചാന്ന് പറഞ്ഞാൽ അവർ ആദ്യമേ കയറി അങ്ങ് ഒട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഷാനവാസിൻ്റെ കൈ കിടന്നിരുന്ന ആ ബാഡ്ജ് ഉണ്ടല്ലോ, സ്റ്റാറിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്ന ബാഡ്ജ്, ആ ബാഡ്ജിന് വേണ്ടിയിട്ട് അക്ബർ പുറകെ നടക്കുമ്പോഴൊന്നും ഷാനവാസിന് കുഴപ്പമില്ല, ഇങ്ങനെ കൈ പിടിച്ച് കളിക്കുമ്പോഴൊക്കെ അവർ കളിയായിട്ടാണ് അതിനെടുക്കുന്നത്. പക്ഷേ ആ സെയിം കാര്യം അനീഷ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ഷാനവാസ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ എനിക്കിത് കുഴപ്പമില്ല, ഞാൻ ആ ഗെയിമിൻ്റെ ഭാഗമാണ് എന്നൊന്നും അല്ല അയാൾ ചിന്തിക്കുന്നത്. അയാൾ ഗെയിമിൽ നിന്നേ വിട്ടു, അയാൾ ഭയങ്കര ഇറിറ്റേറ്റ് ആയിപ്പോയി അനീഷ് വന്നു കഴിഞ്ഞപ്പോഴേക്കും. അതിൽ കുറേ കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. ഈ പറയുന്ന ഫേവറിസം ഒരു ഘടകമാണ്. അതുപോലെ തന്നെ അനീഷിനെ വളരെ മോശമായ രീതിയിൽ ജഡ്ജ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഷാനവാസ് എന്നുള്ള കാര്യം നമുക്ക് എപ്പിസോഡ് തീരാറാവുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ആദില നൂറ, ആ ഒരു കപ്പിൾ, അവർ വന്നു കഴിഞ്ഞപ്പോഴും അവരും വളരെ ഐസൊലേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതായത് ബാക്കിയുള്ളവരൊക്കെ വലിയ ഡിസ്കഷൻ നടക്കുകയോ അല്ലെങ്കിൽ വലിയ പ്രശ്നമോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവർ രണ്ടുപേരും മാറിയിരിക്കുകയാണ്. മാത്രമല്ല ഡേ 1 ഫസ്റ്റ് പാട്ടും ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ഡാൻസ് കളിപ്പിച്ചിട്ടാണല്ലോ തുടങ്ങുക. അപ്പോൾ ആ ഒരു പരിപാടിയിലും ഇവർ സെപ്പറേറ്റ് ആയിട്ട് മാറി നിന്നിട്ട് അങ്ങനെ നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് തോന്നുന്നത് അവർ ആസ് എ ടീം എന്ന് പറയുന്നത് അവർ കുറച്ച് വീക്കാവാനുള്ള സാധ്യതകൾ ഫ്യൂച്ചറിലും ഉണ്ടെന്ന് തോന്നുന്നു. ഒന്ന്, എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള സാധ്യത. 2, ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവർ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പോകുന്നത് ഇവരുടെ രണ്ടുപേരുടെയും തമ്മിൽ, അവരുടെ ഇടയിലായിരിക്കും. ഇവർ തമ്മിൽ എന്താണ് സംസാരിക്കുന്നത് എന്നറിയാൻ പുറത്തിരിക്കുന്ന ആളുകൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അത് കാണിക്കാൻ മാത്രമുള്ളൊരു വാല്യൂ ബിഗ് ബോസിന് ഫീൽ ചെയ്യണമെന്നില്ല. അപ്പോൾ ഇവർ ബാക്കിയുള്ളവരായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരുമ്പോൾ എന്നേക്കാൾ വലുത് അവരാണോ എന്ന് പറയുന്ന ചോദ്യം ഉള്ളിലുണ്ടാവുക. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾക്ക് ആസ് എ കപ്പിൾ അവർ മത്സരിക്കുമ്പോൾ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അവർ വളരെയധികം മാറിയിരുന്ന് മത്സരം കാണുന്നവരായി മാറുന്നു എന്ന് എനിക്ക് പലയിടത്തും തോന്നി. ഇങ്ങനെയൊക്കെ നമ്മൾ ജഡ്ജ് ചെയ്ത് ഇങ്ങനെ നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോഴേ കുറേ ആളുകൾ കമൻറ്റ് ബോക്സിൽ വരാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ 24/7 കാണണം, അതായത് 24 മണിക്കൂർ ലൈവ് കാണണം, അപ്പോഴാണ് നിങ്ങൾക്ക് കുറേയും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, എന്നാലേ നിങ്ങൾക്ക് ഇതൊക്കെ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ളതാണ്. എനിക്ക് പറയാനുള്ളത്, ബിഗ് ബോസ് അവരൊരു ഗെയിം ഷോ ആയിട്ടാണ് റൺ ചെയ്യുന്നത്. അതെൻ്റെ ജീവിതവുമല്ല, അതിൽ മത്സരിക്കുന്നവരുടെയും ജീവിതമല്ല. അതിനകത്ത് പല ആളുകളും പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ പുറത്തിറങ്ങുമ്പോൾ അവരൊക്കെ വേറെ രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ അവരും ഇതൊരു ഗെയിമായിട്ടാണ് കാണുന്നത്. 24 മണിക്കൂറും ഇത് കുത്തിയിരുന്ന് കാണുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു സന്തോഷവുമില്ല, മറ്റൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രയും സീരിയസ്നെസ് കൊടുത്ത് നമ്മൾ ഈ ഗെയിമിനെ കാണേണ്ട ഒരു ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ കാണാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. പുറത്തിരിക്കുന്ന കോമൺ പ്രേക്ഷകർ എന്താണ് കാണേണ്ടത് എന്ന് ബിഗ് ബോസിനൊരു ധാരണയുണ്ട്. അവരതാണ് ഈ പറയുന്ന 1 മണിക്കൂർ കണ്ടൻറ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അത് കണ്ട് വിലയിരുത്തുക എന്നുള്ളതാണ്. അതായത് ബിഗ് ബോസ് ജീവിതമായി കാണുന്ന, ബിഗ് ബോസ് 24 മണിക്കൂറും കണ്ടിട്ട് അപ്ഡേറ്റ് വരുന്ന അങ്ങനത്തെ ഒരു സാധനമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നമ്മളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് ആസ് എ ഗെയിം, അന്നത്തെ ദിവസം സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ അതൊക്കെ വെച്ചുകൊണ്ട് അതിൽ ഓരോ ആളുകളും ഓരോ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്തതെന്നുള്ള രീതിയിലുള്ള ഒരു ചെറിയൊരു അനാലിസിസ് അത്രേ നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. ഫസ്റ്റ് ഡേയിൽ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, മുൻഷി രഞ്ജിത്തും അതുപോലെ റെന ഫാത്തിമയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു. അവിടെ ഈ പ്രായത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട്, അത് റെന ഫാത്തിമ നോമിനേഷൻ്റെ ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ ആ ഒരു സമയത്ത് കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ടായിരുന്നു. ഈ പ്രായം വെച്ചുകൊണ്ട് ജഡ്ജ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ആവശ്യമുള്ള പരിഗണന ലഭിക്കും എന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിലേറ്റവും രസമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ പ്രായം കൂടുതലുള്ള ആളുകൾക്ക്, പ്രായം കുറവുള്ള കൊച്ചാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ കയറി എങ്ങും ഭരിക്കാൻ അല്ലെങ്കിൽ അവരുടെ അടുത്ത് വലിയ ഡയലോഗ് അടിക്കാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ടാവുമല്ലോ. അതൊരു വസന്തകാല മനുഷ്യനുണ്ടാവുന്ന ശീലമായിട്ടൊക്കെയാണ് നമ്മൾ വിലയിരുത്താറുള്ളത്. പുള്ളിക്കും ആ ഒരു സാധനം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒരച്ഛനും ഒരമ്മയ്ക്കും ജനിച്ചിട്ടുള്ള ആളാണ്, ഞാൻ വാക്ക് മാറില്ല എന്ന് പറയുമ്പോൾ വളരെ കൂളായി
ചിരിച്ചുകൊണ്ട് റെന ഫാത്തിമ ഞങ്ങളൊക്കെ കുറേ അച്ഛനും അമ്മമാർക്കൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ് അതിന് ഭയങ്കര രസമായിട്ട് ഒഴിച്ചു വിടുന്നുണ്ടായിരുന്നു. അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ മുൻഷി രഞ്ജിത്തിന് ശരിക്കും ഈഗോ ഹേർട്ടായിട്ടുണ്ട്. അത് പിന്നീട് പുള്ളി ചോദ്യങ്ങൾക്ക് കൊടുക്കുന്ന മറുപടിയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഡേ 1 ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത് ശൈത്യ എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ ഒരു ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സംഭവമായിരുന്നു. അതായത് മേക്കപ്പ് എടുത്ത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പൂട്ടി വെച്ചത് എന്തോ ആണ്. പക്ഷേ ഓൾമോസ്റ്റ് പെൺകുട്ടികളെല്ലാവരും തന്നെ പ്ലസ് നെവിൻ അവർ മേക്കപ്പ് ഐറ്റംസ് എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് അനുവാദമില്ലാതെ നിങ്ങളെന്തിനാണ് ഉപയോഗിച്ചതെന്ന് ചോദിക്കുമ്പോൾ ആ സ്പോട്ടിൽ തന്നെ ശൈത്യ പറയുന്നത് ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. പക്ഷേ പുള്ളിക്കാരി ഇതെടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്തത്. നമ്മൾ സ്കൂളിലേക്ക് പോയാൽ പോലും നമുക്ക് അങ്ങനെ കൂട്ടത്തിൽ നിന്ന് ഒറ്റുന്ന ഒരു കൂട്ടുകാരിയോ കൂട്ടുകാരനെയോ കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരു പ്രശ്നം ഉണ്ടായി നമ്മൾ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അയ്യോ ഞാൻ ചെയ്തിട്ടില്ല, ഇവരൊക്കെ കൂടി ചെയ്തപ്പോൾ ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് എന്നൊക്കെ പറയുന്ന എനിക്കത് ഒരു ഭയങ്കര ഒരു അമ്മക്കുട്ടി അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്ത് കൊണ്ട് കിടക്കുമ്പോൾ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നും ഇല്ല എന്ന് പറയാം. അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചില കുട്ടികൾ ഇതുപോലെ ഒരു ഗ്രൂപ്പായിട്ട് പിടിക്കപ്പെടുന്ന സമയത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞ ഇതൊന്നും വേണ്ടാന്ന്, അപ്പം തന്നെ സാറ് എന്നാൽ കുട്ടി ഇരുന്നോളൂ ബാക്കി എല്ലാവർക്കും തല്ലു കൊടുക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു ശീലത്തിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. അങ്ങനെ ചെയ്യുന്ന ഒരാളെ ഒരു ഗ്രൂപ്പിൽ കൊണ്ടുനടക്കാൻ ആ ഗ്രൂപ്പിന് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ബാക്കിയുള്ളവരെ ബ്ലെയിം ചെയ്യുക, ഗിൽറ്റ് ബാക്കിയുള്ളവരുടെ തലയിൽ ഇട്ട് കൊടുത്തിട്ട് കണ്ട നിങ്ങളൊക്കെ ചെയ്തുകൊണ്ടല്ലേ എന്ന് പറയുക, അതൊരു നല്ല പേഴ്സണാലിറ്റി ട്രൈറ്റ് അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ അവരത് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. അവിടെ നിന്നാണ് ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ടാസ്ക് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ ക്യാപ്റ്റൻ ആകാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആളുടെ മുഖത്ത് ഷേവിംഗ് ക്രീം തേക്കുക, എന്നിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നുള്ളത് പറയാം. അതായത് ക്യാപ്റ്റൻ ആകാൻ യോഗ്യതയില്ലാത്ത ആളെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു പരിപാടി. പക്ഷേ കയറിയ ബഹുഭൂരിപക്ഷം ആളുകളും തനിക്ക് യോജിക്കാൻ പറ്റാതെ പോകുന്ന ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ട്രൈറ്റിനെ പറയുക എന്നുള്ള പരിപാടിയാണ് ചെയ്തത്. അതായത് വ്യക്തിപരമായി ഒരു വിയോജിപ്പ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പല ആളുകളത് ഉപയോഗിച്ചത്. ഇപ്പോൾ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ട അനീഷ് തന്നെ ഷാരികയെ വിളിച്ചിട്ട് പറഞ്ഞത് അവരുടെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്നതാണ്, സ്ക്രിപ്റ്റഡ് ആണ്, അപ്പോൾ അതുകൊണ്ട് അവർ നാട്ടുകാരെ പറ്റിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അത് ബിഗ് ബോസ് ഹൗസിലെ ഫസ്റ്റ് വീക്കിലെ ക്യാപ്റ്റൻ ആകാതിരിക്കാനുള്ളൊരു കാരണമൊന്നുമല്ല. പക്ഷേ ഷാരികയോട് അയാൾ പറഞ്ഞതിൽ അയാൾക്കൊരു വിയോജിപ്പ് പ്രകടിപ്പിക്കണമായിരുന്നു. അതിനൊരു അവസരം കിട്ടിയപ്പോൾ ഉപയോഗിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റ് കണ്ടസ്റ്റൻസിനെ ഇപ്പം വളരെയധികം ആളുകളെ ജഡ്ജ് ചെയ്യുന്നു എന്ന് എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടറാണ് അനീഷ് എന്ന് പറയുന്നത്. പക്ഷേ ആ ജഡ്ജിങ് പരിപാടിയൊക്കെ നടക്കുമ്പോഴും പുള്ളി കൃത്യം കാര്യത്തിനല്ല റിയാക്ട് ചെയ്തതെന്ന് എനിക്ക് തോന്നി. അതിനുശേഷം വന്ന മറ്റ് ചില പാർട്ടിസിപ്പൻസ് കൃത്യമായി കാരണം പറഞ്ഞുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇയാൾ ക്യാപ്റ്റൻ ആവാൻ പാടില്ല എന്ന് പറഞ്ഞ് ആളുകളുടെ മുഖത്ത് ഫോം തേക്കുന്നുണ്ടായിരുന്നു. സംസാരം കേൾക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ള കാരണം, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടിരിക്കുന്ന സമയത്ത് ബാക്കിയുള്ളവനെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല, എന്തെങ്കിലും ഒരു ചെറിയ പിണക്കം ഉണ്ടാകുമ്പോഴേക്കും നമ്മളോട് മിണ്ടാതാവുന്നു, ഏജിൻ്റെ ഭാഗമായിട്ട് ഏജ് വെച്ചുകൊണ്ടുള്ള ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകുന്നു, ഐസൊലേറ്റഡ് ആയിട്ട് മാറിയിരിക്കുന്നു, ഇങ്ങനെയുള്ള കൃത്യമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അനീഷ് അല്ലാത്ത കുറച്ച് ആളുകളെ നോമിനേറ്റ് ചെയ്ത ആളുകളുണ്ടായിരുന്നു. ഒനിയിലാണ് ഏറ്റവും അവസാനം ഈ ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് വന്നത്. പുള്ളി പറഞ്ഞ റീസണും വളരെ ക്ലിയർ ആയിരുന്നു. അതായത് ആളുകളെ ചാടി കയറി ജഡ്ജ് ചെയ്തിട്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളത് അതൊരു സങ്കുചിതമായ മനോഭാവമാണ്. അതിനൊരു മാറ്റം ഉണ്ടാവട്ടെ, പുരോഗമനപരമായ ചിന്തകൾ ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഫോമൊക്കെ തേച്ചിട്ട് പോയത്. അതൊക്കെയും ഒരു ലീഡറെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലീഡർ ആവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാവുന്ന ഒരു റീസൺ ആയിരുന്നു. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ കുറ്റം പറച്ചിലും ഫോം തേക്കലും ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ആര് ക്യാപ്റ്റൻ ആവാൻ പാടില്ല എന്നാണോ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞത് അയാളെ തന്നെ ബിഗ് ബോസ് ക്യാപ്റ്റനായി തീരുമാനിച്ചു. ആക്ച്വലി 7ൻ്റെ പണി എന്ന് പറയുന്ന ബിഗ് ബോസിൻ്റെ പരിപാടി അവർ തുടങ്ങി എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇതിൻ്റെ ഇടയിൽ ഏറ്റവും കോമഡിയായി തോന്നിയ ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് രേണു സുധിയും റെന ഫാത്തിമയും അഭിലാഷും ഒക്കെ കൂടിയിരിക്കുന്ന ഒരു ഡിസ്കഷനാണ്. അഭിലാഷ് ഒരു കലിപ്പനാണ് എന്ന് തുടക്കം മുതലേ തന്നെ പറയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അയാളുടെ ഇൻട്രോ വീഡിയോ കണ്ട സമയത്തും എനിക്കത് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അഭിലാഷ് രേണു ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞ ഡയലോഗ് ഇതാണ്: എൻ്റെ ഈ ഒരു ദേഷ്യമൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബിഗ് ബോസിലേക്ക് വന്നത് എന്നുള്ളത്. എൻ്റെ പൊന്നു ബ്രോ, നിങ്ങൾ ദേഷ്യം മാറാനാണ് വന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ കാണണം. അല്ലാതെ ബിഗ് ബോസ് പോലത്തെ ഒരു സ്ഥലത്ത് വന്ന് മനുഷ്യരെ ഇത്രയും സ്ട്രെസ്സാക്കി ഗെയിം കളിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു ഗെയിം ഷോയിൽ വന്നിട്ട് നിങ്ങൾ ദേഷ്യം കുറയ്ക്കാം, ദേഷ്യം മാറ്റാമെന്നൊക്കെ പറയുന്നത് അതൊരു അബദ്ധമാണ്
നിങ്ങളൊരു സൈക്കാട്രിസ്റ്റിനെയാണ് കാണേണ്ടത് എന്ന് മറുപടി കൊടുക്കേണ്ടതായിരുന്നു. എന്തായാലും പിന്നീട് അങ്ങോട്ട് ഈ ഡേ 1 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേഷ്യം കുറയ്ക്കാൻ വന്ന അഭിലാഷ് ദേഷ്യം മൂത്ത് വേറെ ഏതോ ലെവലിലേക്കൊക്കെ പോയി തെറി വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഏതോ സ്ഥലത്തൊക്കെ സൈലൻസ് വന്ന് വീഴുന്നുണ്ടായിരുന്നു. അങ്ങനെ കയ്യിൽ നിന്ന് പോകുന്ന അളവിൽ അതും ബാക്കിയുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്ത് തന്നെത്താനെ ദേഷ്യപ്പെടാനുള്ളൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്ത് പുറകെ നടന്ന് ബഹളം വെച്ച് പുള്ളി വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പുള്ളി എങ്ങനെയാണ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പോൾ വഴക്ക് മാറിപ്പോകുന്നത് അല്ലെങ്കിൽ ദേഷ്യം മാറിപ്പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുപോലെ അനീഷിൻ്റെ ഒരു സ്ട്രാറ്റജി എനിക്ക് ഫീൽ ചെയ്തത് അയാൾ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നതിന് മുമ്പ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അയാൾക്ക് ക്യാമറ സ്പേസും വേണം, അതുപോലെ തന്നെ ക്വാളിറ്റി കണ്ടൻറ്റും വേണം. കണ്ടൻറ്റ് ഉണ്ടാക്കുക, ക്യാമറയുടെ മുമ്പിൽ നിൽക്കുക. അതിന് ആസ് എ കണ്ടസ്റ്റൻറ്റ് അയാൾ എന്താണോ ചെയ്യേണ്ടത് അത് അയാൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ക്യാപ്റ്റൻ ആയതിനു ശേഷമുള്ള അയാളുടെ ഒരു കോൺവെർസേഷൻ തന്നെ നോക്കിയാൽ മതി. എനിക്ക് ബഹുമാനം തരണം, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ബഹുമാനം തരും. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ഇയാളെ പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്കുകയാണ്. അങ്ങനെയല്ല, ബഹുമാനം നിങ്ങൾ ഏൺ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ പുള്ളി വീണ്ടും പറയുന്നു എനിക്ക് ബഹുമാനം തരണം. ആ പ്രായത്തിലേക്കൊക്കെ എത്തിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണയൊക്കെയുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് പുള്ളിക്ക് അറിയാം. പുള്ളി കൃത്യമായ ധാരണയുണ്ട് ബഹുമാനം എന്ന് പറയുന്ന സാധനം കൊടുത്താൽ കിട്ടുന്ന ഒരു സാധനമാണെന്നുള്ളത്. പക്ഷേ ഇയാളിത് ഇങ്ങനെ തന്നെയെന്ന് വാദിക്കുമ്പോൾ ഓരോ ആൾക്കാരും പുള്ളി ഉപദേശിക്കാൻ നോക്കും. ഓരോ ആളും ഉപദേശിക്കാൻ നോക്കുമ്പോൾ ഇയാൾ മറുപടി പറയുമ്പോൾ അവിടെ വന്നിരിക്കുന്ന ബാക്കി പല ആളുകളും നിർഗുണാവസ്ഥയിൽ ഇരിക്കുന്നതുകൊണ്ട് ഈ പുള്ളിക്ക് തന്നെയാണ് കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടുക. നിങ്ങൾ മൊത്തം ഈ 1 അവർ പ്രോഗ്രാമിലേക്ക് ഇത് ചുരുക്കി കഴിഞ്ഞപ്പോൾ, കഴിഞ്ഞ 24 മണിക്കൂർ നടന്നത് 1 അവർ പ്രോഗ്രാമിലേക്ക് ചുരുക്കി കഴിഞ്ഞപ്പോൾ അനീഷേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അത് മാറി. അതിനുശേഷം ഈ ആഴ്ചത്തെ എവിക്ഷൻ ലിസ്റ്റിലേക്ക് വരേണ്ട ആളുകളുടെ അതിൻ്റെ നോമിനേഷനൊക്കെ കൊടുക്കേണ്ട ഒരു സമയമായിരുന്നു. ആ സമയത്ത് പലരും പല കാരണങ്ങളും പറഞ്ഞു. അതിൽ ഈ ക്യാപ്റ്റനായി ഇയാൾ വരാൻ പാടില്ല എന്നുള്ളതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ച അതേ കാരണങ്ങളും പിന്നെ എക്സ്ട്രാ ഒരാളുടെ കൂടി പേര് പറഞ്ഞിട്ടാണ് പല ആളുകളും ഇതിനകത്ത് പോയി കൺഫെഷൻ റൂമിൽ പോയിട്ട് ഓരോ ആൾക്കാരെയും സജസ്റ്റ് ചെയ്തത്. അതിൽ എനിക്ക് ഏറ്റവും ദുരന്തം പിടിച്ചൊരു റീസണായിട്ട് തോന്നിയത് ഷാനവാസ് അകത്ത് കയറി ഗിസൈലിനെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞ റീസണാണ്. ഗിസൈലിൻ്റെ വസ്ത്രധാരണ രീതി നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരത്തിന് യോജിക്കുന്നതല്ല. വസ്ത്രധാരണ എല്ലാവരുടെ സ്വാതന്ത്ര്യമൊക്കെയാണ്, പക്ഷേ ഇത് നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരത്തിന് യോജിക്കുന്നതല്ല എന്നുള്ളതാണ്. അതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് ഇയാൾ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരുന്ന ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു ടോക്സിക് മസ്കുലിൻ പരിപാടി എന്നൊക്കെ പറയുന്നത് അത് അവിടെ കൊണ്ട് തീർന്നു. പുള്ളി ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന എല്ലാവരെയും മനസ്സിലാക്കുന്ന, വ്യക്തി സ്വാതന്ത്ര്യത്തിനെ ബഹുമാനിക്കുന്ന ഒരാളാണ് എന്നൊക്കെയായിരുന്നു. പക്ഷേ അത് മുഴുവൻ അടപടല ഇടിഞ്ഞു വീണ് പോയ ഒരു നോമിനേഷൻ പ്രക്രിയയായിരുന്നു അത്. ഞാൻ നോക്കുമ്പോൾ ബാക്കിയുള്ളവർ ഇട്ടിരിക്കുന്നത് പോലത്തെ ഒരു ഡ്രസ്സ് അവർ ഇട്ടിരിക്കുന്നതേ ഉള്ളൂ. ഇയാൾക്കിത് കാണുമ്പോൾ എന്താണ് ഇത്ര വലിയൊരു പ്രശ്നം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ ഈ കേരളത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് അവിടെ ചെന്നിരുന്ന് ക്ലാസ് എടുത്ത ആൾ ഷോർട്സ് ഇട്ടിട്ടാണ് അവിടെ ചെന്ന് നിന്ന് ഇയാൾക്ക് ഒരു മുണ്ട് എടുത്തിട്ടായിരുന്നോളൂ എന്ന് പറയുന്ന ചോദ്യം ചോദിക്കാൻ ബിഗ് ബോസിൻ്റെ അടുത്ത് വേറെ ആരും ഇല്ലാതിരുന്ന് എന്നുള്ളതുകൊണ്ട് അതാരും ചോദിച്ചില്ല. അങ്ങനെ വൈദേശിക സംസ്കാരം പേറുന്ന ഡ്രസ്സ് ഇട്ടിട്ട് കേരള സംസ്കാര ഡ്രസ്സ് ഒരു പെൺകുട്ടി ഇട്ടില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ് പുള്ളി നോമിനേറ്റ് ചെയ്തത്. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് ഇതേ ഗിസേലൊക്കെ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് ഈ പുള്ളി അവിടെ നിൽപ്പുണ്ട്. ഈ പുള്ളി ഒരു സമയത്ത് പോലും ഗിസേലിൻ്റെ അടുത്ത് പറയുന്നില്ല, അതായത് നിങ്ങളുടെ വസ്ത്രധാരണ രീതിയെല്ലാം സംഭവമൊക്കെ ശരിയാണ്, പക്ഷേ നമ്മുടെ സംസ്കാരത്തിന് ഇത് യോജിക്കുന്നതാണോ? കാരണം അങ്ങനെ ഒരു എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ അതിനെ ചോദ്യം ചെയ്യാനുള്ളൊരു ഗട്ട്സ് കാണിക്കണമല്ലോ. ഞാൻ പുറത്തും അകത്തും ഇങ്ങനെ തന്നെയാണ്, ബിഗ് ബോസ് ഹൗസിൽ ഞാൻ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഭയങ്കര ട്രൂ സെൽഫായിട്ട് നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ച് അവരിതും ഡിസ്കഷന് വെക്കണമല്ലോ. കാരണം കേരള സംസ്കാരമാണോ വലുത് അതോ വസ്ത്ര സ്വാതന്ത്ര്യമാണോ വലുത് എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ, അതൊരു നല്ല ഡിസ്കഷൻ പോയിൻ്റാണ്. പക്ഷേ ഇങ്ങനെ ഒളിച്ചിരുന്ന് പോയി കുറ്റം പറയുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് അധപ്പതിച്ച് പോയി ഷാനവാസ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഗിസൈലിൻ്റെ അടുത്ത് ഭയങ്കര കമ്പനി അടിച്ച് പുള്ളി അവിടെ നിൽപ്പുണ്ട്. അപ്പോഴൊന്നും ഗിസൈലിനെ ഉപദേശിക്കാൻ പുള്ളിക്ക് സമയമില്ല. ഉപദേശിക്കാൻ അങ്ങോട്ട് ചെന്നാൽ മതിയായിരുന്നു എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്കിൽ നല്ല അടിപൊളിയായതിനെ. ഒന്നാമത്തെ കാര്യം, അവർ കേരളത്തിലല്ല ജീവിക്കുന്നത്. 2, അവരുടെ പ്രൊഫഷൻ, അവർ മോഡലാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലിൽ അവർ പിന്തുടരുന്ന ഒരു പാറ്റേൺ ഉണ്ടാവും. അല്ല, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഉണ്ടെങ്കിൽ പുള്ളി ആ ഇരുട്ടുമുറിയിൽ ഒളിച്ചു പോയിരുന്ന ഈ അഭിപ്രായം പറയുമായിരുന്നു. അത് കഴിഞ്ഞാണ് ഡേ 1 ഏറ്റവും പ്രധാനപ്പെട്ട സീക്വൻസ് ആരംഭിക്കുന്നത്. രേണുവിന് തലവേദനയാണ്. രേണു അപ്പോൾ തൊട്ടടുത്തിരുന്ന ആളുടെ മടിയിൽ തല വെച്ചൊന്ന് കിടക്കുന്നു. ഈ പറയുന്ന പരിപാടി സമയത്ത് കിടന്നുറങ്ങാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരു ബഹളം ഉണ്ടാകുന്നു. അപ്പോൾ ക്യാപ്റ്റൻ തന്നെ പറയുന്നുണ്ട്, എടോ അവർക്ക് ജെനുവിൻ തലവേദനയാണ്, എന്നോട് തലവേദനയാണ്, റെസ്റ്റ് എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അവർ കിടന്നോട്ടെ. ആ പരിപാടി അവിടെ കഴിഞ്ഞു. ആ സമയത്താണ് ഷാനവാസ് അതി കയറി പിടിക്കുന്നത്. എനിക്ക് തലവേദന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഇവിടെ കിടക്കാൻ ആരും സമ്മതിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്നത് പോലത്തെ ഡയലോഗൊക്കെ പറഞ്ഞു. താൻ എന്നോട് ചോദിച്ചിരുന്നോ, താൻ എന്നോട് പറഞ്ഞിരുന്നോ ക്യാപ്റ്റൻ എനിക്ക് തലവേദന ഉണ്ടെന്ന് പറഞ്ഞിരുന്നോ എന്ന് ക്യാപ്റ്റൻ ചോദിക്കുന്ന സമയത്ത് എനിക്ക് ചോദിക്കാൻ സൗകര്യമില്ല എന്നാണ് പറഞ്ഞത്. സൗകര്യമില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവും എന്നാണ് ക്യാപ്റ്റൻ അതിന് കൊടുക്കുന്ന മറുപടി. അതാണ് അവിടുത്തെ ക്രിസ്റ്റൽ ക്ലിയർ മറുപടി എന്ന് പറയുന്നത്. പക്ഷേ ആ സംഭവം കഴിഞ്ഞ ഉടനെ ആ ഒരു കോൺവെർസേഷൻ ജസ്റ്റ് എൻഡ് ചെയ്തു. നമ്മുടെ അഭിലാഷ് നേരെ ചെന്ന് ഏറ്റവും കൂടുതൽ നോമിനേഷൻ കിട്ടിയിട്ടുള്ള ശൈത്യയുടെ അടുത്ത് ചെന്ന് പറയുകയാണ്, ഇങ്ങനെ രേണുവിൻ്റെ തലവേദനയൊക്കെ പറയുന്നു, ഇപ്പോൾ അവിടെ ചെന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതായത്
പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ശൈത്യാണ് എന്ന് വിചാരിച്ചിട്ടാണോ അതോ നോമിനേഷനൊക്കെ കിട്ടി അവർ ചിലപ്പോൾ തകർന്നിരിക്കുകയായിരിക്കുമല്ലോ. അങ്ങനെ എന്താണ് കാരണം എന്നറിയില്ല. എന്തായാലും ശൈത്യയാണ് സെലക്ട് ചെയ്ത് ശൈത്യയുടെ അടുത്ത് പോയിട്ട് കണ്ടോ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതൊരു ഒരു മാനിപ്പുലേറ്റിംഗ് പരിപാടിയാണ്. ഈ പുള്ളിക്ക് ഡയറക്റ്റ് ആദ്യമേ ചെന്ന് ചോദിക്കാമായിരുന്നു, നീ അന്നേരം കുറേ തലവേദനയാണെന്നൊക്കെ പറഞ്ഞോളൂ, ഇപ്പോൾ നീ എന്തെങ്കിലും കിടക്കുന്നത് എന്ന് ചോദിക്കുന്നതിന് പകരം ഈ പറഞ്ഞ ഒരു ടീംമേറ്റിൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞ് അവിടുന്ന് അത് പതുക്കെ ഒന്ന് തീപ്പൊരിയാക്കി എടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഓഫീസുകളിൽ കോർപ്പറേറ്റ് ഓഫീസുകളിൽ ഇതിൻ്റെ ഉദാഹരണമൊക്കെ കാണാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അയാളോട് പോയി ചൂടാവരുത്. അത് നിങ്ങൾ ചിലപ്പോൾ തോറ്റു പോകാൻ കാരണമാവും. നിങ്ങൾ അയാളെക്കുറിച്ച് രഹസ്യമായിട്ട് മറ്റ് ടീം മെമ്പേഴ്സിൻ്റെ അടുത്തും സംസാരിക്കുക. ഇത് ഒരു ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ടൊന്നല്ല, ചിലപ്പോൾ ഒരു മാസമൊക്കെ എടുത്ത് പണിയെടുക്കേണ്ടി വരും. ഒരു ടീംമേറ്റിൻ്റെ അടുത്ത് പോയിട്ട് എടോ അയാളെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് ചിലപ്പോൾ അതിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മളിങ്ങനെ 2-3 തവണ പറഞ്ഞൊക്കെ കഴിയുമ്പോൾ അവിടെ എന്തോ കുഴപ്പമുണ്ടെന്ന് ഇവർക്ക് തോന്നും. ജസ്റ്റ് ഒരു തോന്നലേ ഉള്ളൂ. അതുപോലെ ഒരു 3-4 പേരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചൂടാവാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആരോടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ അത്രയും ആളുകളും നിങ്ങളുടെ കൂടെ നിൽക്കും. നിങ്ങൾക്കൊരു ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടും. ചിലപ്പോൾ അറ്റ കൈക്ക് ഇവർ ഈ കാണിച്ചു കൂട്ടിയ മുഴുവൻ പ്രശ്നം ഇവർക്കൊക്കെ അറിയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ നിൽക്കേണ്ടി വരും. കാര്യം ഇവരെല്ലാം ഇത് കണ്ടിന്യൂസ് കേട്ടതാണല്ലോ. ഒരു കോർപ്പറേറ്റിലെ ചീപ്പ് പരിപാടിയാണ്, ഒരു ചീപ്പ് മാനിപ്പുലേഷൻ എന്ന് പറയാം. ആ പരിപാടിയാണ് അഭിലാഷ് അവിടെ കാണിച്ചത്. അങ്ങനെ അവിടെ പോയി ഇങ്ങനെ തീ കത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പാനി ശരത്ത് അങ്ങോട്ടേക്ക് ചാടി വീഴുന്നത്. അപ്പാനി ശരത്ത് എന്നെ സംബന്ധിച്ച് ഞാൻ ബിഗ് ബോസ് ഈ പറയുന്ന 2 ദിവസത്തെ പുള്ളിയുടെ ഒരു മൂവ്മെൻറ്റും പുള്ളി എന്തിലാണ് കയറി പിടിക്കുന്നത് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നോക്കുമ്പോൾ പുള്ളി ഒരു പാവക്കുട്ടിയാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ആരെങ്കിലും നല്ലോണം മൂപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യമില്ലാത്തൊരിടത്ത് പോയി ഒരു പണി വാങ്ങിക്കുന്ന, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എന്തെങ്കിലും ഒരു തീരുമാനമെടുത്ത് ആലോചിച്ച് ചിന്തിച്ച് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി എത്തിയിട്ടില്ലാത്ത, അല്ലെങ്കിൽ അതിനത്ര ധൈര്യമില്ലാത്ത ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് അപ്പാനി ശരത്തിനെ ഫീൽ ചെയ്തത്. പുള്ളിക്ക് കുറച്ച് ഡയലോഗ് അടിക്കണം, കുറച്ച് ഷോ കാണിക്കണം, അങ്ങനെയൊക്കെ അങ്ങ് പോകണം. എന്തായാലും അവിടുന്ന് അങ്ങോട്ട് അഭിലാഷ് ആ ഷോ അങ്ങ് ഏറ്റെടുക്കുകയാണ്. പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഭയങ്കര ബഹളം ചീത്ത വിളിയൊക്കെ ആയിട്ട് അങ്ങനെ ഷൗട്ട് ചെയ്ത് പോവുകയാണ്. ഈ പുള്ളിയാണ് കുറച്ച് മുമ്പ് ദേഷ്യം മാറാൻ വേണ്ടി ഞാൻ ബിഗ് ബോസിലേക്ക് വന്നതാണെന്ന് പറഞ്ഞത്. എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇത്തവണത്തെ ബിഗ് ബോസിൽ ആരെങ്കിലും ഒരു ഫിസിക്കൽ അസോൾട്ടൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം, അല്ലെങ്കിൽ ഒരാളുടെ മേത്ത് കൈവച്ചതിൻ്റെ പേരിൽ പുറത്താവുകയാണെങ്കിൽ അതിന് സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലെയർ എന്ന് പറയുന്നത് അഭിലാഷാണ്. ആൻഡ് പലരും പറയുമല്ലോ ബിഗ് ബോസിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ റിയൽ ക്യാരക്ടർ, എൻ്റെ റിയൽ വ്യക്തിത്വം ഞാൻ അവിടെ കാണിക്കും എന്നുള്ളത്. ഇതാണ് അഭിലാഷിൻ്റെ റിയൽ ക്യാരക്ടറെങ്കിൽ അയാൾക്ക് തീർച്ചയായും ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ ഹെൽപ്പ് വളരെ അത്യാവശ്യമാണ്. ഇങ്ങനെ ദേഷ്യപ്പെടുന്ന ആൾക്കാരെയൊക്കെ കാണുമ്പോൾ അതൊരു ശുദ്ധനാണെന്നേ, ഉള്ളിലൊന്നുമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചൂടാവുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെന്നേ ഞാൻ പറയുള്ളൂ. അദ്ദേഹത്തിനൊരു സൈക്യാട്രിസ്റ്റിൻ്റെ ഒരു ഹെൽപ്പ് വളരെ അത്യാവശ്യമാണ്. ഈ കാണിച്ചത് ഒറിജിനലാണെങ്കിൽ. ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ അനീഷ് ഫെയിലായ ഒരു പോയിന്റ് എന്ന് പറയുന്നത് രേണു തലവേദനയാണെന്ന് പറഞ്ഞു. അതേസമയം ഷാനവാസും പറഞ്ഞു എനിക്ക് തലവേദനയാണെന്നുള്ളത്. പക്ഷേ അത് എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ക്യാപ്റ്റൻ ചോദിക്കുന്നുണ്ട്. അവിടം വരെയൊക്കെ സംഭവം ഓക്കെ ആയിരുന്നു. അതിനുശേഷം ഷാനവാസ് ചെയ്തൊരു നല്ല കാര്യം എന്ന് പറയുന്നത് ക്യാപ്റ്റനെ വിളിച്ചുകൊണ്ട് പോയി, അതായത് മാറ്റി നിർത്തിയിട്ട് എനിക്ക് തലവേദന ഉണ്ടായിരുന്നടോ, അതിങ്ങനെയാണ്, അത് പറയാതിരുന്നത് ശരിയായില്ല, പക്ഷേ എനിക്ക് തലവേദനയുണ്ട് എന്നുള്ള കാര്യമൊക്കെ അയാൾ പറയുന്നുണ്ട്. അതിനുശേഷം രേണു സുധി വീണ്ടും ഫയറായിട്ട് മാറുന്നുണ്ട്. രേണു ഫയറാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ആ എപ്പിസോഡ് മൈൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന ബഹളങ്ങൾക്കൊക്കെ ഇടയിൽ രേണുവിന് തലവേദന വൻ പീക്കടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഒരു മെഡിക്കൽ ഹെൽപ്പ് വേണം, ഇതൊരു മെഡിക്കൽ എമർജൻസിയാണ് എന്നൊക്കെ ക്യാമറയുടെ മുമ്പിൽ ചെന്ന് നമ്മുടെ ക്യാപ്റ്റൻ അനീഷ് പറയുന്ന സമയത്ത് അയാൾ ഷാനവാസിൻ്റെ കാര്യം മെൻഷൻ ചെയ്യാതെ പോയി എന്നുള്ളതാണ്. ഞാൻ ആദ്യം ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഷാനവാസിന് തലവേദന ഉണ്ടായിരുന്നു എന്നാണല്ലോ പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ തല വെട്ടിപ്പൊളിയുന്നത് പോലെ വേദന എടുക്കുന്നു എന്ന് രേണു പറഞ്ഞതുപോലെ ഷാനവാസ് പറഞ്ഞിട്ടില്ല. അപ്പോൾ അയക്ക് വലിയ കുഴപ്പമില്ല, അതൊരു എമർജൻസി അല്ലല്ലോ എന്ന് പറയുന്ന ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആസ് എ ക്യാപ്റ്റൻ, ഒരു ക്യാപ്റ്റൻ്റെ, ഒരു ടീം ക്യാപ്റ്റൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് എല്ലാവരുടെയും പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ അയാൾക്ക് സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു തലവേദനയുടെ കാര്യം പറയുന്നുണ്ട്, അതിനെന്തെങ്കിലും മെഡിസിൻ എത്തിച്ച് തന്നാൽ നന്നായിരിക്കും. ഇപ്പോൾ രേണു സുധിയുടെ കാര്യം ഒരു എമർജൻസിയാണ് എന്ന് അയാൾ പറയുകയായിരുന്നെങ്കിൽ അയാൾ ഒരു ട്രൂ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാമായിരുന്നു. പക്ഷേ ആ ഒരു പോയിന്റിൽ പുള്ളി ഫെയിലായി എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ അനീഷ് അടിപൊളിയാണ്, അഭിലാഷിന് ദേഷ്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഷാനവാസും അക്ബറും തമ്മിൽ ഒരു ഫേവറിസം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ആദില നൂറ അവർ ഒറ്റയ്ക്ക് മാത്രം മാറിയിരിക്കുന്നവരാണ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മാറും കേട്ടോ. അതായത് ഇവരാരും എൻ്റെ ജീവിതത്തിലെ ഫേവറേറ്റുകളല്ല. ഞാനൊരു ഗെയിം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഗെയിമിൽ കുറച്ച് ആളുകളുടെ ചില ദിവസങ്ങളിലെ പെർഫോമൻസ് കാണുമ്പോൾ ഇവർ കൊള്ളാം, ഈ സിറ്റുവേഷനിൽ ഇവരെടുത്ത സ്റ്റാൻഡ് ക്ലിയർ ആണ്, ഈ സമയത്ത് ഇയാൾ ഒരുമാതിരി മെനകെട്ട വർത്താനമാണ് പറഞ്ഞത് എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളെ അങ്ങനെ തന്നെ പറയുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ എനിക്ക് സ്റ്റാർ ഓഫ് ദ ഷോ ആയിട്ട് തോന്നുന്നത് അനീഷിനെ ആണ് എന്നുള്ളത് കൊണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അത് സംഭവിക്കണമെന്നില്ല.
ഇനി അത് തുടർന്നു കൂടായികയുമില്ല. എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസത്തെ സ്റ്റാറിനെ കുറിച്ച് സംസാരിക്കാം, അനീഷിനെ കുറിച്ച് സംസാരിക്കാം. അയാൾ ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട്, പുള്ളിക്ക് ജോലിയൊക്കെ കിട്ടി, സർക്കാർ ജോലി കിട്ടി. അതിനുശേഷം 5 വർഷത്തെ ലീവ് എടുത്ത് കഴിഞ്ഞ 2 വർഷമായിട്ട് അയാൾ ബിഗ് ബോസിൽ കയറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അയാൾ ആ പറഞ്ഞത് 100% സത്യമാണ്. ചില ആൾക്കാരൊക്കെ പറയും ഞാൻ ബിഗ് ബോസിൽ കയറാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഞാൻ പഠിച്ചു, 18 എപ്പിസോഡ് കണ്ടു, മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറയും. പക്ഷേ അകത്ത് കയറി കഴിയുമ്പോഴാണ് ഇവനൊക്കെ ഇതാണോ പഠിച്ചുകൊണ്ട് വന്നേക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നിപ്പോവാം. പക്ഷേ ഇയാളൊരു ട്രൂ ബിഗ് ബോസ് മെറ്റീരിയലാണ്. കാരണം ബിഗ് ബോസിൽ വന്ന് കയറി ഫസ്റ്റ് ഡേ ആദ്യം അനുമോളെയാണ് പുള്ളിക്ക് കൈ കിട്ടിയത്. ടി വിയിൽ കാണുന്ന അത്രയൊന്നും ഭംഗിയില്ലല്ലോ എന്ന് പറയുന്നൊരു ഡയലോഗ് നമുക്ക് കേൾക്കുമ്പോൾ ഇവൻ എന്ത് വർത്താനാണ് ഈ പറഞ്ഞത് എന്നൊരു തോന്നലുണ്ടാവുമെങ്കിലും ആ കയറിയ മൊമെൻറ്റിൽ അയാൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തു. കാരണം ഇതൊരു മൈൻഡ് ഗെയിമാണ്. നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന അയാളെ മെൻ്റലി നിങ്ങൾക്ക് എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അവിടെ അനുമോൾ വീഴാതിരിക്കുക എന്നുള്ളതാണ് അനുമോളുടെ വിജയം. എടോ ടി വി കാണുന്ന അത്രയും ഭംഗിയൊന്നുമില്ലല്ലോ, ടി വിയിലൊക്കെ കാണുമ്പോൾ അങ്ങനെയൊക്കെ അല്ലടോ, റിയൽ ലൈഫിൽ കുറച്ചൊക്കെ മാറ്റം ഉണ്ടാവില്ലേ എന്ന് അവർ കൂളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് അവിടെ തീർന്നുപോയി. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയലോഗിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലാണ് ആളുകൾ കൂടുതൽ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നത്. അതുപോലെ ഇവരുടെ ടീമിലെ മറ്റ് പ്ലേയേഴ്സും ഈ ഒരു കാര്യത്തിൽ കയറി പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അനീഷ് വെച്ച ചെക്ക് കറക്റ്റായിരുന്നു. ഓരോ ആൾക്കാരെയും എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കൂടുതൽ സ്ക്രീൻ സ്പേസ് എടുക്കേണ്ടത് എന്നൊക്കെ അയാൾ കൃത്യമായി പ്ലാൻ ചെയ്ത് വന്നതുപോലെയാണ് ഈ കഴിഞ്ഞ 2 എപ്പിസോഡ്സിൽ നിന്ന് മനസ്സിലാവുന്നത്. ബിഗ് ബോസ് ഫെയിമാണോ പൈസയാണോ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അയാൾ സെലക്ട് ചെയ്തത് ഫെയിമാണ്. അയാൾക്ക് കൃത്യമായ ധാരണയുണ്ട് ഇതിലെന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല. പുള്ളിക്കൊരു ഗവൺമെൻറ് ജോലി പുള്ളിയുടെ കയ്യിലുണ്ട്, തിരിച്ച് ജോലി പ്രവേശിക്കാൻ പുള്ളിക്ക് പറ്റും. പുള്ളി ക്രൈം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ. ഫെയിം വേണം. അതിനുവേണ്ടി കഴിഞ്ഞ 2 വർഷമായി അയാൾ പണിയെടുക്കുന്നുണ്ട്, കാത്തിരിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ ലാലേട്ടൻ ഇദ്ദേഹത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് സ്ത്രീ വിരുദ്ധനാണ് എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. സ്ത്രീ വിരുദ്ധനാണ് ഒരാൾ എന്ന് പറയുന്നത് അയാൾ ഒരു കുറ്റം പറയുന്നത് പോലെയാണ്. അതായത് നമ്മൾ മനുഷ്യന്മാരെന്ന് പറയുന്നത് സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു ജെൻഡറിനെ അംഗീകരിക്കില്ല, അതിനോടൊരു വിരുദ്ധ അഭിപ്രായമാണ് ഉള്ളത് എന്ന് പറയുന്നത് ആക്ച്വലി മനുഷ്യത്വ വിരുദ്ധമായത് എന്ന് പറയുന്നത് പോലെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളൊരു സ്ത്രീ വിരോധിയോ ഒരു പുരുഷ വിരോധിയോ ഒരു ട്രാൻസ്ജെൻഡർ വിരോധിയോ ആകുമ്പോൾ നിങ്ങൾ മനുഷ്യനെതിരെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊരു നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ലാലേട്ടനെ പോലൊരാൾ ബിഗ് ബോസ് പോലൊരു ഷോയിൽ ഇങ്ങനൊരു കണ്ടസ്റ്റൻറ്റിനെ കൊണ്ടുവരുമ്പോൾ ആദ്യമേ പറയാം ഇയാളൊരു കൊലപാതകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിക്ക് വിളിക്കുന്ന പോലെയാണ്, ഇയാളൊരു സ്ത്രീ വിരോധിയാണ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കാം അനുമോളോട് അയാൾ ഫസ്റ്റ് ഡേ സംസാരിച്ചത് എന്ന് എനിക്ക് ആദ്യം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതേസമയം ഈ പറഞ്ഞ വഴക്കും പ്രശ്നമൊക്കെ തുടങ്ങുന്ന സമയത്ത് അനുമോളാണ് ഇദ്ദേഹത്തിനെ പിടിച്ചു മാറ്റുന്ന സമയത്ത് അയാൾക്ക് വേണമെങ്കിൽ തിരിച്ച് പറയാം, നീ ഒരു പെണ്ണല്ലേ, നീ എനിക്ക് ഒരു സ്ത്രീ വിരുദ്ധന് അങ്ങനെയാണ് റിയാക്ട് ചെയ്യാൻ പറ്റുക, നീ ആരാ എൻ്റെ ദേഹത്ത് കയറി പിടിക്കുക, നീ ആരാ എന്നെ തടയാൻ, നീ വിചാരിച്ചാൽ എന്നെ തടയാൻ പറ്റുമോ, ഓരോ പെണ്ണുങ്ങൾ ഇറങ്ങിക്കോളും എന്നൊക്കെ പറയുന്ന ഇതൊന്നും പുള്ളി പറഞ്ഞിട്ടില്ല. പുള്ളി കാമാവാണ് ചെയ്തത്. മാത്രമല്ല പുള്ളി ഫാമിലിയെ പരിചയപ്പെടുന്ന സമയത്ത് പുള്ളിയുടെ അമ്മയോട് കുഴപ്പമൊന്നുമില്ല. അവിടെ വന്ന മറ്റ് സ്ത്രീകളോട് ഇപ്പോൾ രേണുസുതി തലവേദനയാണ് എന്ന് പറയുന്നു, അവരവിടെ കിടക്കുന്ന സമയത്ത് ശരിക്കും സ്ത്രീ വിരുദ്ധത എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ചില ആളുകളൊക്കെ ചാടി കടിക്കുന്നുണ്ട്. ഒരു സ്ത്രീയുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്നതിലൊക്കെ സ്ത്രീ വിരുദ്ധതയുടെ എലമെൻറ്റുകൾ തന്നെയാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആരോപണങ്ങൾ ഒരു സൈഡിൽ നിന്ന് വന്നപ്പോൾ രേണുസുതിയെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് അയാൾ ചെയ്തത്. അതായത് പരിഗണന അർഹിക്കുന്ന മനുഷ്യർക്ക് അത് കൊടുക്കുക, ആസ് എ ഗെയിം പ്ലെയർ എല്ലാവരോടും നിന്ന് കളിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമേ അയാൾ ചെയ്യുന്നുള്ളൂ. അയാൾ ഇതുവരെ എന്തെങ്കിലും ഒരു സ്ത്രീവിരുദ്ധ പരാമർശം ഇത്രയും സമയത്തിനിടയ്ക്ക് ഒരു സ്ത്രീവിരുദ്ധ പരാമർശം നടത്തുകയോ ഒരു സ്ത്രീയെ വ്യക്തിപരമായി ആക്രമിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്നാൽ അയാളുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറയുന്ന ചില കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ ഫീൽ ചെയ്തു. പുള്ളിയെ തന്നെ പറഞ്ഞു വെക്കുന്നത് ഞാനൊരു ഗ്രാമത്തിൽ നിന്ന് വന്ന കർഷകനായിട്ടുള്ള ഒരാളാണ്, അത് ഞാനൊരു പച്ചയായ മനുഷ്യനാണ്. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ തവണ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പരിപാടിയിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് ഞാൻ ആരുടെയും മുന്നിൽ തലകുനിക്കില്ല, ഞാൻ എൻ്റെ വ്യക്തിത്വത്തെ മുറുകെ പിടിക്കും എന്നൊക്കെയാണ്. കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കളിച്ച് ചിരിച്ച് നടക്കുന്ന ആളുകളില്ലേ അവർ ഫേക്കായിരിക്കും എന്ന് പുള്ളി ഉറപ്പിച്ചങ്ങ് വിശ്വസിക്കുകയാണ്. അതിനെ എന്നെ ഇറിറ്റേറ്റ് ചെയ്താൽ ഞാൻ പണിക്കുറ്റം തീർക്കും എന്നാണ് നാട്ടുഭാഷയിൽ പുള്ളി പറയുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ അത് ലാലേട്ടൻ ചോദിക്കുന്നുമുണ്ട്, 7ൻ്റെ പണി ഒരാൾ ജീവിതത്തിൽ തന്നിട്ടുണ്ടാവുമല്ലോ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്ന് ചോദിക്കുന്ന സമയത്ത് അത് ഞാൻ അകത്ത് കയറിയിട്ട് പറഞ്ഞാൽ പോരെ എന്ന് പുള്ളി ചോദിക്കുന്നുണ്ട്. മിക്കവാറും അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ വളരെ മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. അത് തീർച്ചയായും ചിരിച്ചു കളിച്ച് പുള്ളിയുടെ കൂടെ നിന്ന ഒരാൾ തന്നെ ആയിരിക്കും. ഡിവോഴ്സ് ചെയ്യപ്പെട്ട പുരുഷന്മാരനുഭവിക്കുന്ന വിവേചനങ്ങളെക്കുറിച്ച് ഈ ഷോയിലൂടെ സംസാരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഡിവോഴ്സ്, ഒരാളിൽ നിന്നുണ്ടായ ബുദ്ധിമുട്ട്, ഇതൊക്കെ പറയുമ്പോൾ നമുക്കറിയില്ല ഒരാളുടെ വ്യക്തി ജീവിതമാണ്. അവിടെ ഉണ്ടായ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മിക്കവാറും അയാൾ സംസാരിക്കുക അയാളുടെ ഭാഗം ന്യായീകരിച്ചിട്ട് തന്നെയായിരിക്കും. അപ്പോൾ ഇത് ആരുടെ കുഴപ്പമാണ് എന്തിൻ്റെ കുഴപ്പമാണ് എന്നൊന്നും നമുക്കറിയില്ല, അതിനൊന്നും നമ്മൾ ജഡ്ജ് ചെയ്യുന്നില്ല. പക്ഷേ
അയാൾക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഒരു വേർപാടുണ്ടായിട്ടുണ്ട്. അതിൽ കുറേ കാര്യങ്ങൾ പുള്ളിക്ക് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് ദിസ് ഈസ് ദ ഇഷ്യൂ, എനിക്ക് പറയാനുള്ളത് ഇതാണ്, ഇത് കേൾക്കുക, അതായത് ഈ ഉള്ളിലുള്ളതെല്ലാം പറഞ്ഞ് ഒരു കൃത്യമായ ക്ലോഷർ കിട്ടാതെ അവസാനിച്ച് പോകുന്ന സമയത്ത് മനുഷ്യനുള്ളിലുണ്ടാകുന്ന ഒരു നീറ്റലുണ്ട്. അത് പകയെന്നൊന്നും പറയാൻ പറ്റില്ല, അതൊരു നീറ്റലാണ്. ആ നീറ്റലിൻ്റെ ഭാഗമായിട്ട് രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നെങ്കിൽ ആ നീറ്റൽ ഉണ്ടാക്കി തന്ന എൻ്റയർ ജെൻഡറിനെ എഴുതിത്തള്ളാം, അല്ലെങ്കിൽ അവർ മുഴുവൻ കുഴപ്പക്കാരാണെന്ന് വിചാരിക്കാം. അതല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു ട്രേറ്റ് എടുത്ത് വെച്ചിട്ട് ഈ ട്രേറ്റുള്ള ആളുകളൊക്കെ കള്ളന്മാരാണ് എന്ന് വിശ്വസിക്കാം. നല്ല മുടിയുള്ളൊരു ഒരാളെന്നെ പറ്റിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ആ പറ്റിച്ചു പോയ മുടിയുള്ള ആൾ ആണോ പെണ്ണോ ആണെങ്കിൽ ഈ ഒറ്റ ആണുങ്ങളെയും വിശ്വസിച്ചുകൂടാ, അല്ലെങ്കിൽ ഒറ്റ പെണ്ണുങ്ങളെയും വിശ്വസിച്ചുകൂടാ എന്ന് ചിന്തിക്കാം. അതല്ലെങ്കിൽ ഈ മുടി നീട്ടി വളർത്തിയ ഒറ്റ പിശാചുകളെയും വിശ്വസിക്കരുത് എന്ന് പറയാം. ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടിൽ ഇദ്ദേഹം ഒരു ജെൻഡറിനെതിരെയല്ല സംസാരിക്കുന്നത്. ആസ് എ പുരുഷൻ ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അയാൾ എന്തൊക്കെയോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. പക്ഷേ ഈ ചിരിച്ച് കളിച്ച് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ ഫേക്ക് ആയിരിക്കും എന്ന് പറയുന്ന സാധനമാണ് പുള്ളിയുടെ ഉള്ളിലുള്ള. ജെൻഡറിനോടുള്ള വിരോധമാണ് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നതെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അനുമോളോടും രേണു സുധിയോടും ഒക്കെ അയാൾ പെരുമാറുന്നതിൽ കുറേയധികം വ്യത്യാസങ്ങളുണ്ടാകുമായിരുന്നു. ആക്ച്വലി പുള്ളിക്ക് വേണ്ടത് ഒരു പ്രോപ്പർ ക്ലോഷർ അല്ലെങ്കിൽ ഒരു ഹീലിംഗ് ആണ്. ഒരു വേദന ഉണ്ടായിട്ടുണ്ട്. എല്ലാ മനുഷ്യർക്കും പല റിലേഷൻഷിപ്പുകളിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചില മുറിവുകളൊക്കെ ഉണ്ടാകും. ആ മുറിവ് ഹീലായി കഴിയുമ്പോൾ നമ്മൾ ബാക്ക് ടു നോർമൽ എന്ന് പറയുന്ന പോലെ ആ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തും. പക്ഷേ ആ ഹീലിംഗ് നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളോട് അങ്ങോട്ട് ഒത്തുപോകാൻ പറ്റില്ല. എന്ന് പറയുന്ന പോലെ ഇദ്ദേഹത്തിനൊരു ഹീലിംഗ് കിട്ടണം, ഒരു ക്ലോഷർ വേണമെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അയാളൊരു സ്ത്രീവിരുദ്ധനല്ല, അയാൾക്ക് കുറച്ച് ഹീൽ ചെയ്യപ്പെടേണ്ട മുറിവുകളുണ്ട്. ഒരു പക്ഷേ ഇനി അങ്ങോട്ട് ഇതിലെ കണ്ടസ്റ്റൻസ് എല്ലാം അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്ന സമയത്ത് അയാൾക്ക് നല്ല മറുപടികൾ ചിലപ്പോൾ ഈ ടീംമേറ്റ്സിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കിട്ടിയേക്കാം. അല്ലെങ്കിൽ ഇതെല്ലാം തുറന്നു പറയുന്ന സമയത്ത് ഒരു ചർച്ച ഉണ്ടാകുന്ന സമയത്ത് അയാൾക്കൊരു നല്ല ക്ലോഷർ കിട്ടിയേക്കാം. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ ബിഗ് ബോസിനകത്തേക്ക് കയറിപ്പോയ അനീഷും തിരിച്ചിറങ്ങി വരുന്ന അനീഷും തമ്മിൽ ആനയാടും പോലെ വ്യത്യാസമുണ്ട്. അയാളൊരു കൂടുതൽ നല്ല മനുഷ്യനായിട്ട്, അതായത് ഇത്രയും സ്ട്രോങ് ആയി നിന്ന് സംസാരിക്കുന്ന, ഇങ്ങോട്ട് എന്ത് പ്രത്യാരോപണ പരിപാടികൾ ഉണ്ടായിക്കഴിഞ്ഞാലും അതിനിങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരാൾ, അയാളുടെ ഉള്ളിലെ മുറിവുകളും കൂടി ഉണങ്ങി എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല മാറ്റമാണ്, ഒരു വലിയ മാറ്റമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റ് ഡേ ഇവിടുന്ന് പുറത്താകും എന്ന് നാട്ടുകാരൊക്കെ സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടിരിക്കുന്ന അനീഷ് കപ്പടിച്ച് കൂടായില്ല. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ നമ്മൾ പറഞ്ഞ ഷാനവാസിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ പുള്ളിക്ക് കുറച്ച് കാര്യങ്ങളോട് നല്ല വിയോജിപ്പുണ്ട്. സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി മാത്രമല്ല, ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ നിൽക്കണം, നടക്കണം, ഇരിക്കണം എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അനീഷിനെ കളിയാക്കാൻ വേണ്ടി അനീഷിൻ്റെ നടത്തം അയാൾ അനുകരിക്കുമ്പോൾ അത് കുറച്ചും കൂടി എക്സാജറേറ്റ് ചെയ്ത് ഒരു സ്ത്രൈണഭാവത്തിലേക്ക് മാറ്റി അയാളെ അപമാനിക്കാൻ ശ്രമിക്കുന്നത്. നീ ഇങ്ങനെയാണല്ലോ എന്ന് പറയുന്ന ഒരു പറച്ചിലാണ്. അയാളുടെ ഉള്ളിൽ അങ്ങനത്തെ കുറച്ച് സ്റ്റീരിയോടൈപ്പ് ചിന്തകളൊക്കെ കിടപ്പുണ്ട്. ഏതാണ്ട് അതൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലെ കമൻറ്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. 9 എന്നൊക്കെ പറയുന്നത് പോലത്തെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ അനീഷിനെ കുറിച്ച് പറയുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് ടോക്സിക് ചിന്താഗതിയുള്ള ആളുകളുടെ സപ്പോർട്ട് ഉറപ്പായും ഷാനവാസിന് കിട്ടും. പക്ഷെ ഒരു മനുഷ്യൻ എന്നുള്ള രീതിക്ക് ബാക്കിയുള്ളവരെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുക, സന്തോഷവും സമാധാനവുമായി ജീവിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അയാൾ എങ്ങനെയോ നടക്കട്ടെ, അയാളിലെ മനുഷ്യൻ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നോ ഇല്ലയോ എന്ന് ചിന്തിച്ചാൽ പോരെ. ഏറ്റവും കുറഞ്ഞത് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നതിന് മുമ്പ് അയാൾ എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ തന്നെയാണ് അയാൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ട്രോങ് ആയിട്ട് മത്സരിക്കണം, സ്ക്രീൻ ടൈം കിട്ടണം, എന്ത് വന്നു കഴിഞ്ഞാലും വിട്ടുകൊടുക്കാതെ ഞാനൊരു നല്ല മത്സരാർത്ഥിയായിരിക്കും എന്ന് പറയുന്നത് ആദ്യ ദിവസം അയാൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാൻ എന്നെപ്പോലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഇൻസ്പിറേഷൻ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനകത്തേക്ക് കയറിപ്പോയ അഭിലാഷ് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊരു വൻ കോമഡിയാണ്. അതിൻ്റെ കൂടെയാണ് നമുക്ക് ഷാനവാസിനെയും കൂടി ചേർത്ത് വെക്കാൻ നോക്കുക. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നടത്തത്തിലും ഡ്രസ്സിങ്ങിലും ഒന്നല്ല കാര്യം, ഒരു മനുഷ്യന് ഒപ്പമുള്ളവരെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിൻ്റെ ഡേ 1 പരിപാടി എപ്പിസോഡ്സ് അവർ വൈൻഡപ്പ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.